ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ഒരാളായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ചെയ്തത് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള കഠിനമായ അധ്വാനമായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പോലും നിവർത്തിയില്ലാതെ ഒരു രാജ്യം ലോകത്തിന്റെ മുന്നിൽ ഭിക്ഷാപാത്രവുമായി കൈനീട്ടി നിന്ന ഒരു കാലത്ത് നിന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായി നമ്മുടെ രാജ്യത്തെ വളർത്തിയെടുക്കുന്നത് ആ സ്വപ്നം കണ്ട മനുഷ്യന്റെ സംഭാവനകൾ വളരെ വലുതാണ്. ഞങ്ങളൊരു പുതിയ യുഗം എന്ന് പേരിട്ടത് ഒരു പുതിയ കാലത്തിലേക്ക് കേരളം പ്രവേശിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഈ പുതിയ യുഗ സാധ്യതകളെ കുറിച്ചുള്ള ചർച്ച തുടങ്ങിയത് അധികാരം കിട്ടിയതിനു ശേഷമാണ്. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഗവൺമെന്റിനെ നിശിതമായി വിമർശിക്കുമായിരുന്നു, ഗവൺമെന്റിന്റെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമായിരുന്നു, സമീപനങ്ങളെ ചോദ്യം ചെയ്യുമായിരുന്നു. അപ്പോഴും നമുക്കൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുമായിരുന്നു. ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ ഉള്ള ശ്രമം കഴിഞ്ഞ 2 വർഷം മുമ്പേ ആരംഭിച്ചതാണ്. വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, അടിസ്ഥാന സൗകര്യ മേഖല എന്നിവയെക്കുറിച്ചുള്ള നിരന്തരമായ ചർച്ചകൾ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രതിപക്ഷം ആരംഭിക്കുന്നത്.